നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. പുതിയ മലയാള വർഷം, അതായത് കൊല്ലവർഷം 1200 ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും ഈ വർഷം അനുഭവപ്പെടാനിടയുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത്. അപ്പം ഈ വീഡിയോയിൽ നമുക്ക് മകം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നോക്കാനുള്ളത്. മകം നക്ഷത്രം ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. ചിങ്ങ രാശിയുടെ ആദ്യത്തെ 13 ഡിഗ്രി 20 മിനിറ്റ് വരുന്ന രാശി ഭാഗമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പം മകം നക്ഷത്രത്തിൻ്റെ സ്വഭാവത്തിന് വളരെ പ്രത്യേകതയുള്ളൊരു നക്ഷത്രമാണ്. അപ്പോൾ അവരുടെ ഒരു സാമാന്യ ഗ്രഹചാര ഫലം നോക്കുമ്പോൾ ശനി ഇപ്പോൾ കുംഭൻ രാശിയിൽ 7ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 7ൽ ശനി എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടകശനിയാണ്. 1, 4, 7, 10 ഭാവങ്ങളിലൊക്കെ കണ്ടകശനിയാണ്. അപ്പോൾ 7ൽ ശനി എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമുക്കറിയാം 7ാം ഭാവം ദാമ്പത്യത്തെയും സൗഹൃദത്തെയൊക്കെ കുറിക്കുന്ന ഭാവമാണ്. അപ്പോൾ അവിടെ ശനി സഞ്ചരിക്കുന്നത് സാമാന്യഗതിയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ പോലും ഈ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആനുകൂല്യമുള്ളത് കുംഭരാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ കുംഭരാശി ശനിയുടെ മൂലത്രികോണമായതുകൊണ്ട് ശനി വലിയ മാരകമായ ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കണ്ടകശനിയുടേതായ വലിയ ദോഷങ്ങൾ ഉണ്ടാകാതെ ജീവിതം മുന്നോട്ട് പോവുകയും, അതേസമയത്ത് ഈ 7ൽ ശനി സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ചില തടസ്സങ്ങളുണ്ട്. ആദ്യം പെട്ടെന്ന് കാര്യം സാധിക്കാതിരിക്കുക, 2-3 തവണ ശ്രമിച്ചാൽ മാത്രം കാര്യം സാധിച്ച് കിട്ടുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ അടുപ്പവും സ്നേഹവും ഒക്കെ ഉള്ളവർ ചിലപ്പോഴൊക്കെ സൗഹൃദം കാണിക്കാതിരിക്കുന്ന അവസ്ഥ, ചില ബന്ധുക്കൾ കാരണമില്ലാതെ പിണക്കം കാണിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നേരിടേണ്ടി വരാം. അതൊക്കെ ശനിയുടെ ഒരു എഫക്റ്റിൻ്റെ ഭാഗമാണ്. എങ്കിൽ പോലും മറ്റ് കാര്യങ്ങൾ നോക്കുമ്പം കർമ്മരംഗത്തുള്ള കാര്യങ്ങൾ, ദാമ്പത്യത്തിൽ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാകാനിടയില്ല. അങ്ങനെ ശനി കുറേ കാര്യങ്ങളിൽ അനുഗ്രഹദായകനായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യാഴമാണെങ്കിലോ ഏറ്റവും വലിയ ശുഭഗ്രഹമാണ് വ്യാഴം ഇടവൻ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കർമ്മഭാവത്തിലാണ്. ചിങ്ങ കുറുകാരുടെ അല്ലെ മകൻ നക്ഷത്രക്കാരുടെ കർമ്മഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കർമ്മവ്യാഴം എന്ന് പറയുന്നത് ഗുണകരമല്ല കേട്ടോ. 10ൽ വ്യാഴം ശുഭഗ്രഹമാണെങ്കിൽ പോലും 10ലെ വ്യാഴം അത്ര ഗുണകരമായ ഗ്രഹാവസ്ഥയല്ല. അല്പം ചില ഗുണങ്ങളുണ്ടെങ്കിലും കർമ്മഭാവത്തെ പുഷ്ടിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ രാഹുകേതുക്കളുടെ മാറ്റമാണുള്ളത്. മെയ് 14 ആകുമ്പോഴത്തേക്ക് 2025 മെയ് 14 ആകുമ്പോൾ വ്യാഴം മിഥുനൻ രാശി പ്രവേശിക്കും. അതുപോലെ തന്നെ രാഹു മെയ് 18 കുംഭൻ രാശിയിലേക്ക് പുറകോട്ട് സഞ്ചരിച്ച് കയറും. കേതുവാണെങ്കിൽ അതേ സമയത്ത് തന്നെ കന്നി രാശിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും സംക്രമിക്കും. അപ്പോൾ ഇതാണ് സാമാന്യ ഗ്രഹചാര ഫലം. മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ വളരെ ചുരുങ്ങിയ കാലം മാത്രം വരുന്നത് കൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ഈ ഗ്രഹാവസ്ഥകൾ വ്യാഴം, ശനി, രാഹുകേതുക്കൾ ഇത് നമ്മളെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗ്രഹാവസ്ഥയായതുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. വർഷത്തിൻ്റെ ആരംഭം നോക്കുമ്പം അത്ര ഗുണകരമല്ല ഗ്രഹാവസ്ഥ. കാരണം 7ലെ കണ്ടകശനി, അഷ്ടമത്തിൽ രാഹു, 10ൽ വ്യാഴം, ഇത് മൂന്നും നെഗറ്റീവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ അനുഭവം കൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ച് നേട്ടങ്ങളാണ് ഉണ്ടാകാനിടയുള്ളത്. ഗ്രഹാവസ്ഥ നോക്കുമ്പോൾ, അതുകൊണ്ടാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഫലം പറയുമ്പോൾ കൊട്ടപ്പടി ഫലം പറയരുത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അതായത് ഗ്രന്ഥത്തിൽ കാണുന്നത് അതേപടി പകർത്തിയല്ല ഫലം പറയേണ്ടത്. പരസ്പര ബന്ധങ്ങൾ, ഗ്രഹങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ, ഭാവങ്ങളും ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ഫലം പറയാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം മൊത്തത്തിൽ ഗ്രഹാവസ്ഥ മോശമായിട്ട് തോന്നിയാൽ പോലും അനുഭവങ്ങളിൽ അത്രയും ദോഷമൊന്നും വരത്തില്ല. കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പൂർണ്ണ സുഖം ഉണ്ടാകുകയില്ല എന്ന് മാത്രം. യാത്രാക്ലേശവും ദൂരദേശവാസവും വേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ജോലി സ്ഥലമാറ്റം വരുന്നതുകൊണ്ട് അങ്ങോട്ട് വീട് വിട്ട് കുറച്ച് മാറി താമസിക്കേണ്ടി വരാം. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേതൃസ്ഥാനം ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ പോലും അത് കിട്ടാത്ത അവസ്ഥയൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ഉപരിപഠനത്തിനുള്ള യോഗമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് ഒറ്റയടിക്ക് ചിലപ്പം പ്രവേശനം കിട്ടിയെന്നിരിക്കില്ല, പക്ഷേ ഒന്നുകൂടെ ശ്രമിച്ചാൽ കിട്ടുകയും ചെയ്യും. പിന്നെയുള്ള ഒരു പ്രശ്നം, വർഷത്തിൻ്റെ ആരംഭത്തിൽ സൂക്ഷിക്കേണ്ടത് നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സംസ്കാരവുമായിട്ട് ചേരാത്ത ഫ്രണ്ട്സുമായിട്ടുള്ള യാത്രകളും
ഇടപാടുകളും ഒന്നും അത്ര ഗുണകരമാകുകയില്ല. ചിലപ്പോഴൊക്കെ അബദ്ധങ്ങളോ അല്ലെങ്കിൽ അപവാദങ്ങളോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വർഷം വീട് വിൽപ്പനയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വലിയ മുതൽ മുടക്കുള്ള പദ്ധതികളിലൊന്നും പണം മുടക്കാതിരിക്കുന്നതാണ് ഈ വർഷം നല്ലത്. തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. വലിയ ദോഷമല്ല. ജീവിത പങ്കാളിക്കും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് കുറച്ച് സഹപ്രവർത്തകരിൽ നിന്നുള്ള എതിർപ്പ്, ഈ 7ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ മകം നക്ഷത്രക്കാരനും അയാളുടെ ജീവിത പങ്കാളിക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ അപരിചിതരുമായിട്ടുള്ള പണമിടപാടുകളിൽ നഷ്ടസാധ്യതയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളും അലച്ചിലുകളും കൂടുതലായിട്ട് വേണ്ടിവരും. സ്വയം വ്യാപാരങ്ങളൊക്കെ നടത്തുന്നവർക്ക് വ്യാപാരത്തിൽ വേണ്ടത്ര റിട്ടേൺ കിട്ടുന്നില്ല, ലാഭം കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതേസമയത്ത് തന്നെ നാട്ടിലുള്ള ഉത്സവ സംബന്ധമായ ആഘോഷങ്ങൾ, നമ്മുടെ മതപരമായ ചടങ്ങുകൾ, വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മങ്ങൾ, ഇതിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പണം വളരെ കുറവാണെങ്കിലും നമുക്ക് ജീവിതത്തിൻ്റെ നിലവാരം താഴോട്ട് പോകാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗ്രഹാവസ്ഥകൾ മോശമായതിൻ്റെ നെഗറ്റിവിറ്റി ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ആകെയുള്ള ജീവിതം നോക്കുമ്പോൾ അത്ര വലിയ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാനിടയില്ല. പിന്നെ ആർഭാടമായിട്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുകൾ ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മാത്രം. അതേസമയത്ത് നമ്മൾ ആകെ നമ്മുടെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ വലിയ നെഗറ്റീവ് എന്ന് പറയാൻ കഴിയില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകും. 1-2 തവണയൊക്കെ ശ്രമിക്കണം. അത് പലപ്പോഴും സാധാരണമാണല്ലോ. അപ്പോൾ അതാണ് ഗ്രഹാവസ്ഥയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ജീവിത നിലവാരം താഴോട്ട് പോകാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. കർമ്മരംഗത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ 1-2 തവണയൊക്കെ ശ്രമിച്ചാൽ മാത്രമേ കാര്യങ്ങൾ സാധിച്ചു കിട്ടുള്ളൂ. പ്രതീക്ഷിച്ച അംഗീകാരം കിട്ടാനായിട്ട് കാലതാമസം ഉണ്ടാകും. അംഗീകാരം കിട്ടുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും. ദീർഘകാല പദ്ധതികളൊക്കെ ആരംഭിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന് അടിത്തറയിടാനായിട്ട് സാധിക്കും. അതിനുള്ള ഉപദേശങ്ങളും അതിനുള്ള ഗൈഡൻസ് തരാൻ, നിർദ്ദേശങ്ങളൊക്കെ തരാനായിട്ടുള്ള വിദഗ്ധരും നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുന്നതുമാണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മനസ്സ് തുറന്നിട്ടാൽ മാത്രമേ നമ്മളിലേക്ക് പുതിയ ആശയങ്ങൾ കടന്നു വരികയുള്ളൂ. എപ്പോഴും നമ്മൾ ഈ ലോകത്തെ മുഴുവൻ ഭയപ്പെട്ടോ അല്ലെങ്കിൽ ആധി പിടിച്ചോ ഒക്കെ ജീവിച്ചാൽ പുതിയ ഒരു തീരുമാനങ്ങൾക്കോ പുതിയ ഒരു ആശയങ്ങൾക്കോ അവിടെ സാധ്യതയില്ലാതെ വരും. അതുകൊണ്ട് മനസ്സ് ദൈവത്തിൽ അർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു വഴിക്ക് തിരയുകയാണെങ്കിൽ, ഒരു വഴിയല്ല 9 വഴി ഭഗവാൻ തുറന്നു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലൊന്ന് ചിന്തിക്കുക. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കൊക്കെ സഹകരിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. അത് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാകാൻ കാരണമാകും. അനാവശ്യമായ ആധിയും ദുസ്സംശയങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. അതാണ് നമുക്ക് ഈ സമയത്തുണ്ടാകുന്ന മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ സംശയം, അനാവശ്യമായ ആധി പിടിക്കൽ, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളല്ലാതെ ഗ്രഹങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ കുറവായിരിക്കും. സാധാരണ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസ സഹായമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. വാഹനം വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റൊക്കെ കിട്ടാൻ അപേക്ഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള യോഗമുണ്ട്. ദാമ്പത്യത്തിൽ ഒരല്പം അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമെങ്കിലും പരസ്പരം തുറന്ന് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ആ ദാമ്പത്യബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ 7 ശനി നിൽക്കുന്ന കാലമായതുകൊണ്ട് ഒരല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യാൻ പോകാമെന്ന് പറയുമ്പോൾ പങ്കാളിക്ക് അത് തൃപ്തികരമാകണം എന്നില്ല. അപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ ഒരഭിപ്രായ പ്രകടനം നടത്തുന്നത് മറ്റേയാളിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊക്കെ വരാം. അപ്പോൾ അതൊന്ന് പരസ്പരം സംസാരിക്കുക. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം അവസാനിക്കും. അതുപോലെ കടം കൊടുത്ത പണം അത് നമുക്ക് ലഭിക്കാനായിട്ട് യോഗമുണ്ട്. ഒറ്റയടിക്ക് ലഭിച്ചില്ലെങ്കിലും പല പാർട്സായിട്ടാണെങ്കിൽ പോലും നമ്മൾ ആ കൊടുത്ത തുക തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ കൂടുതൽ നല്ല രീതികൾ
പുതിയ ആധുനിക രീതികൾ അല്ലെങ്കിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ജീവനക്കാരെയൊക്കെ നന്നായിട്ട് നിയന്ത്രിക്കാൻ സ്ഥാപന മേലധികാരികളായ മകനക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. മീനമാസം കഴിയുമ്പോഴത്തേക്കും 2025 അതായത് 1200 മീനമാസം കഴിയുമ്പോഴത്തേക്കും ആഗ്രഹ സാഫല്യങ്ങളൊക്കെ വന്നു തുടങ്ങും. കലാകായിക രംഗങ്ങളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. സമ്മാന പദ്ധതികളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. കുറച്ച് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രസംഗിക്കുന്നവർക്ക്, മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർക്ക്, മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുന്നവർക്ക്, ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ വളരെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ആത്മീയ രംഗത്ത് ഒരുപാട് ഔന്നത്യം കൈവരിക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. ഈ അമിതമായുള്ള അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ, നമ്മൾ വേരുറച്ചു പോയ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തിയാൽ പുരോഗമനപരമായിട്ട് തന്നെ ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വിശ്വാസം, ഈശ്വരവിശ്വാസവും ദൈവിക ശക്തികളിലുള്ള വിശ്വാസമൊക്കെ നല്ലതാണ്. അന്ധവിശ്വാസം തീർത്തും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ അറിവുകൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങളുണ്ടാകും. മാതാപിതാക്കൾ ആയിട്ട് നല്ല ബന്ധം പുലർത്താനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഈ വർഷം സാധിക്കുന്നതാണ്. വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള അസാമാന്യമായ ഒരു ആത്മധൈര്യം മകനക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റെടുത്ത പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കാനുള്ളൊരു ആർജവം ഈ മെയ് മാസത്തിന് ശേഷം അവർക്ക് ഉണ്ടാകും. എല്ലാത്തിലും ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ടാവും. അതാണ് ഒരു പ്രത്യേകത. കാരണം വ്യാഴം അവർക്ക് മിഥുനത്തിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മാറ്റം ഉണ്ടാകും. ശനിയാണെങ്കിൽ മീനം രാശിയിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രഹമാറ്റങ്ങളോടുകൂടി ധാരാളം വ്യത്യസ്തമായ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകും. സ്വന്തമായിട്ട് വ്യാപാരം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു കാലമാണ്. ആരാധനാലയങ്ങളിലെ പുനരുദ്ധാരണം അല്ലെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ പള്ളിയൊക്കെ പുതുക്കി പണിയാനായിട്ട് ധനസഹായം ചെയ്യാനായിട്ടുള്ള യോഗമുണ്ട്. അവധിയെടുത്ത് യാത്രകൾ ചെയ്യാൻ, ഉല്ലാസയാത്രകൾ, കുടുംബാംഗങ്ങളുമൊത്ത് ഉല്ലാസയാത്ര ചെയ്യാനായിട്ട് വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം യോഗമുണ്ട്. പിന്നെയുള്ളത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അസ്ഥി രോഗങ്ങൾ, വാതരോഗങ്ങൾ, ശരീരവേദന, അസ്ഥിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിടേണ്ടി വന്നേക്കാം. പിന്നെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ വലിയ മിച്ചം വെക്കാൻ സാധിച്ചെന്ന് വരികയില്ല. കാരണം കുറച്ച് ചിലവൊക്കെ വർദ്ധിക്കും. കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം വരവും ചിലവുമൊക്കെ വരവ് ആയിട്ട് കിട്ടുന്ന പൈസയൊക്കെ നല്ലൊരു പങ്കും ചിലവായിട്ട് പോവും. കുറേയൊക്കെ യാത്രയ്ക്ക് വേണ്ടിയിട്ടും കുറേയൊക്കെ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചിലവായി പോവും. ഏതായാലും പാഴായി പോവുകയില്ല. ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കാണ് നമുക്ക് ചിലവാക്കാൻ സാധ്യത. പക്ഷേ ബാങ്കിൽ കൊണ്ട് കുറേ സേവിങ്സ് ഇടാം എന്ന് വിചാരിച്ചാൽ സാധിക്കാൻ സാധ്യതയില്ല. അത് അച്ചടക്കത്തോടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കൊല്ലവർഷം 1200. പുതിയ ജോലി തേടുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കരാർ പണികൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള യോഗമുണ്ട്. കടം വാങ്ങുക, കടം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. അപ്പോൾ ഈ മീനമാസം കഴിയുമ്പോഴത്തേക്കും, ഈ ഏകദേശം പറയുകയാണെങ്കിൽ വിഷു കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതാണ്. ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മാർഗ്ഗത്തിൽ കൂടെ ധനസമ്പാദനം സാധിക്കും. വ്യാപാരം കുറച്ചുകൂടെ മെച്ചപ്പെടും. പുതിയ കസ്റ്റമേഴ്സ് വന്നു ചേരുന്നതാണ്. കുടുംബ ബന്ധം കുറച്ചുകൂടെ ഊഷ്മളമാകാനും സാധിക്കുന്നതാണ്. പിന്നെ പഴയ നിക്ഷേപങ്ങളൊക്കെ ആ സമയത്ത് നല്ല റിട്ടേൺ കിട്ടും, നല്ല എമൗണ്ട് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതും നമുക്ക് ഗുണകരമാകും. നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ അത് ഗുണകരമാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മകനക്ഷത്രക്കാരുടെ സാമാന്യമായ ഫലം. ഇനി അടുത്ത് നമുക്ക് പരിഹാര ക്രമങ്ങളിലേക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ശനി 7-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ശാസ്താവിന് വഴിപാട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നതും വളരെ ഉത്തമമാണ്. വർഷ ആരംഭത്തിൽ രാഹു അഷ്ടമത്തിലാണ്. അപ്പം ഈ സർപ്പം അഷ്ടമത്തിൽ നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ജാതകത്തിൽ 7-ലോ 8-ലോ ആണ് രാഹു നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ദോഷത്തിന് പരിഹാരം ചെയ്യേണ്ടതാണ്. സർപ്പക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വഴിപാടുകൾ നടത്തി പട്ട് സമർപ്പിക്കുകയോ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുകയോ
വെറ്റിലയും അടയ്ക്കയും നാണയമൊക്കെ ചേർത്ത് ദക്ഷിണയായിട്ട് സമർപ്പിക്കുകയോ പട്ടും നാണയവും സമർപ്പിക്കുകയോ അങ്ങനെ പല പല വഴിപാടുകളുണ്ട്. സന്താനങ്ങളുടെ ഗുണത്തിനായിട്ട് പുറ്റും മുട്ടയും സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും രാഹു ചാരവശാൽ 8-ലും ജാതകത്തിൽ 7-ലുമാണെങ്കിൽ അല്ലെങ്കിൽ 8-ലോ ഒക്കെ ആണെങ്കിൽ ഈ സമയത്ത് വളരെയേറെ സൂക്ഷിക്കുക. പങ്കാളിക്ക് വേണ്ടിയിട്ടും കൂടെ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ആദിത്യദശയോ ചൊവ്വാദശയോ വ്യാഴദശയോ ഒക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നതെങ്കിൽ അതാത് ഗ്രഹങ്ങൾക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് ഉചിതമായിരിക്കും. കേതു സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേതു ശരിക്കും പറഞ്ഞാൽ ജന്മരാശിയിലേക്കാണ് വരുന്നത് വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്ക്. അതായത് ഇപ്പോൾ കന്നിരാശി നിൽക്കുന്ന കേതു ചിങ്ങത്തിലേക്ക് കടക്കും. അപ്പം ജന്മക്കൂറിലേക്കാണത് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഗണപതി ഭജനം നടത്തുക. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിലെ കേതുവിന് അർച്ചനകളോ വിളക്കോ ഒക്കെ വഴിപാടായിട്ട് സമർപ്പിക്കുക. കേതു സ്തോത്രം ജപിക്കുന്നതും ഉത്തമമാണ്. ഏതായാലും എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസം ഗണപതി ഹോമം, നമ്മുടെ പക്കപ്പിറന്നാളിന് പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ പിറന്നാൾ ദിവസമെങ്കിലും ഗണപതി ഹവനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ മകനക്ഷത്രവും ഞായറാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ആദിത്യ ക്ഷേത്രങ്ങൾ പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ പോവുക. ഇല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് കൂവളമാലയൊക്കെ സമർപ്പിച്ച് ഭസ്മാഭിഷേകമൊക്കെ സമർപ്പിച്ച് അല്ലെങ്കിൽ ഭസ്മം സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അത് ചെയ്യുക. പിന്നെ മനപ്രയാസമൊക്കെ കൂടുതലുള്ള ആൾക്കാർ ധാര വഴിപാട് പോലുള്ള വഴിപാടുകൾ മഹാദേവന് ചെയ്യുക. എന്താണെങ്കിലും രാവിലെ എഴുന്നേറ്റ് സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് ഈ വർഷം മകനക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. അശ്വതി, മകം, മൂലം തുടങ്ങിയ ജന്മനക്ഷത്രത്തിലോ അനുജന്മനക്ഷത്രത്തിലോ ഒക്കെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് കുടുംബദേവതയ്ക്കൂടെ വഴിപാട് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് തന്നെ കൊണ്ടുപോകാം. എല്ലാവരും അവരവരുടെ ആ കുടുംബ ദേവതയുണ്ടല്ലോ, കുടുംബദേവത എന്ന് പറയുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കുടുംബക്ഷേത്രത്തിലെ ദേവത, മറ്റ് മതക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുടുംബപരമായിട്ട് ആരാധിക്കുന്ന ആ പള്ളി. അപ്പോൾ അതിലേതാണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക. വൻ തുകയൊന്നും ഒരിടത്തും മുടക്കേണ്ടതില്ല. വളരെ ചെറിയ തുകയിൽ നമ്മളൊരു മനസ്സർപ്പിച്ച് ഒരു സംഗതി ഈശ്വര സങ്കല്പത്തിലേക്ക് കൊടുക്കുകയാണ്. ഉപയോഗിക്കുന്ന മനുഷ്യരല്ലേ എന്നെല്ലാവരും പറയും എങ്കിൽ പോലും നമ്മൾ ഈ ചെയ്യുന്ന ഈ കുഞ്ഞു നാണയങ്ങൾ ഒരുപാട് പേർക്ക് ആഹാരമായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ മതസ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ദാനമൊന്നും പാഴാകുകയില്ല. ആ ദാനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന ചെറിയ തുകകൾ കൊണ്ടുള്ള വഴിപാടുകൾ, ചെറിയ ദാനങ്ങൾ, അന്നദാനം ഉണ്ടെങ്കിൽ അതിൽ സഹകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് മകനക്ഷത്രക്കാരുടെ ഫലവും പരിഹാരമൊക്കെ ആയിട്ട് പറയാനുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.